പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ യോഗം. നിയുക്ത കേന്ദ്രമന്ത്രിമാർക്കും ബി.ജെ.പി മുതിർന്ന നേതാക്കൾക്കും വസതിയിൽ വിരുന്ന് നൽകുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ സെവൻ ലോക്ക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലാണ്. ഇവിടെ ഇപ്പോൾ നിയുക്ത കേന്ദ്രമന്ത്രിമാർ ഒപ്പം ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലുണ്ട്. കഴിഞ്ഞ തവണകളിലുള്ളതുപോലെ ഒരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ചായ സൽക്കാരം. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതായത് രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ, പ്രഹ്ലാദ് ജോഷി, സർബാനന്ദ സോനോവാൾ, കിരൺ റിജ്ജു, മുതിർന്ന നേതാക്കൾ ഒപ്പം നിയുക്ത കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലുള്ളത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പുറത്ത് നിരവധി നേതാക്കൾ എത്തിയ വാഹനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ, കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, കൂടാതെ ജ്യോതിരാദിത്യ സിന്ധ്യ, കമൽജിത്ത് ഷെഹ്റാവത്ത്, മനോഹർലാൽ ഖട്ടാർ, ചന്ദ്രപ്രകാശ് ചൗധരി, പീയൂഷ് ഗോയൽ, TDPയിൽ നിന്ന് രാംമോഹൻ നായിഡു, തെലങ്കാനയിൽ നിന്ന് ജി കിഷൻ റെഡ്ഡി, ബണ്ടി സജ്ജയ്, NCPയുടെ പ്രതിനിധിയുടെ കാര്യം ഈ യോഗത്തിന് ശേഷം NCP അറിയിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ജിതിൻ റാം മാഞ്ചി കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതാണ് ഇതുവരെ തയ്യാറായിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ NCPയുടെ മന്ത്രി ആരായിരിക്കും എന്നതൊഴികെ ബാക്കി മുഴുവൻ മന്ത്രിസ്ഥാനവും സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരെല്ലാമാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ആയി കഴിഞ്ഞു. അതിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൻ പ്രകാരം അദ്ദേഹത്തോട് ഇന്ന് ഇപ്പോൾ ഈ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ആരംഭിച്ചിട്ടുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം നാട്ടിലായതിനാൽ ഈ യോഗത്തിൽ ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ഡൽഹിയിലെത്തുമ്പോൾ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ കേന്ദ്രമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള മനോഹർലാൽ ഖട്ടാർ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പി തയ്യാറാക്കിയിട്ടുള്ള പട്ടികയിൽ മനോഹർലാൽ ഖട്ടാറും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ പേരുകളെല്ലാം തന്നെ ബി.ജെ.പി ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള യോഗത്തിന് എത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളാണ്. യാതൊരു തരത്തിലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ സ്ഥിരീകരണമോ ഈ പട്ടിക പുറത്തുവിടാനോ ഇതുവരെ ബി.ജെ.പി തയ്യാറായിട്ടില്ല. നമുക്കറിയാം, മോദി മന്ത്രിസഭയുടെ കാര്യമാണെങ്കിലും ബി.ജെ.പിയുടെ സംഘടനാ തലത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അവസാന നിമിഷം വരെ അത് പുറത്തുവിടുന്നത് വരെ സസ്പെൻസ് നിലനിർത്തുന്നതാണ്. മാധ്യമങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകുമ്പോഴും പലപ്പോഴും അത് രാഷ്ട്രപതി നിർണയത്തിലാണെങ്കിലും കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണത്തിലാണെങ്കിലും അത്തരത്തിൽ ഏത് വിഷയത്തിലും മാധ്യമങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടുകളും ഊഹങ്ങളും വരെ തെറ്റിച്ചുകൊണ്ട് സസ്പെൻസ് നിലനിർത്തി നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് എപ്പോഴും ബി.ജെ.പി. അതുകൊണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലേറുമ്പോൾ ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ ആരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. എങ്കിൽ പോലും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് വളരെ ശരിയെന്ന് തോന്നാവുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമുള്ള പേരുകളാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ഇപ്പോൾ നടക്കുന്ന ചായ സൽക്കാരത്തിലേക്ക് ഈ നേതാക്കളെല്ലാം തന്നെ, ഞാനിപ്പോൾ സൂചിപ്പിച്ച നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്കും ഒപ്പം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളുകൾക്കുമാണ് ഇത്തരത്തിലൊരു ചായ സൽക്കാരം പ്രധാനമന്ത്രി നൽകുന്ന പതിവുള്ളത്. അത് 2014 2019 അതിനു മുൻപ് ഓരോ സമയത്തും സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലെ ചായ സൽക്കാരം അതൊരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായാണ്. ഏതായാലും നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, നിലവിൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും നിയുക്ത കേന്ദ്രമന്ത്രിമാരുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ എത്തിയിട്ടുള്ളത്. രോഹിണി, ജിഷ്ണു, ഒരു കാര്യം കൂടി, ജിഷ്ണു തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന മണിക്കൂറുകൾ വരെ സസ്പെൻസ് നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകൾ, സാധ്യത പട്ടിക, അതോടൊപ്പം ബി.ജെ.പി തലത്തിലുള്ള സംഘടനാ പദവികൾ ഇവയൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എപ്പോഴത്തേക്കുണ്ടാകും എന്നുള്ളൊരു ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ മണിക്കൂറുകളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമാകുന്നത്?
രോഹിണി, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ആരെല്ലാം എത്തും എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവന് മുൻപിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ നമുക്ക് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ആരെല്ലാം എത്തും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുൻപൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഏതായാലും ഉണ്ടാകില്ല. പക്ഷേ അതിന്റെ സൂചനകളാണ്. ആരെല്ലാം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും അവരെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. സംഘടനാ തലത്തിലെ മറ്റ് ചർച്ചകൾ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം തീർച്ചയായും വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ആദ്യ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മൂന്നാം മോദി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കാണ് ആദ്യം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിലേക്ക് വളരെ കൃത്യമായ ചർച്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നു. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക വകുപ്പുകൾ BJP തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അത് സംബന്ധിച്ച ധാരണയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. JDU-വിനും തെലുങ്കുദേശം പാർട്ടിക്കും വളരെ കൃത്യമായി ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരെ നൽകും. ബീഹാറിൽ നിന്ന് LJP-യുടെ ചിരാഗ് പാസ്വാൻ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം സ്പീക്കർ പദവിയും ഘടകകക്ഷികൾക്ക് വിട്ടുനിൽക്കും. പക്ഷേ പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP നേരത്തെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ആ പദവികളിൽ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് ആരെല്ലാം ചുമതലയേൽക്കും എന്നുള്ളത് രാജ്യം മുഴുവനായും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? കാരണം 2019 BJP അധികാര തുടർച്ച നേടിയപ്പോൾ അതുവരെ BJP-യുടെ ദേശീയ അധ്യക്ഷനായിരുന്ന, സംഘടന ചലിപ്പിച്ചിരുന്ന അമിത്ഷായെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രിയായും അമിത്ഷായെ ഉൾപ്പെടുത്തിയപ്പം രാജ്നാഥ് സിംഗിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ, വകുപ്പുകളിലെ മാറ്റങ്ങളും 2019 മോദി സർക്കാരിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും, പുതുതായി ആരെല്ലാം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ദക്ഷിണ ഭാരതത്തിൽ നിന്ന് തീർച്ചയായും ഇത്തവണ വലിയ മുന്നേറ്റം BJP നടത്തിയതുകൊണ്ട് തന്നെ വലിയ പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ള സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന് 11:30 ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആരംഭിച്ച ചായ് സൽക്കാരത്തിലേക്ക് പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിലായതുകൊണ്ട് മാത്രമാണ് എത്താൻ സാധിക്കാതിരുന്നത്. അണ്ണാമലൈ, ഒപ്പം തെലങ്കാനയിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരും ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.